ഒരു കാലഘട്ടത്തിൽ ക്ലബ്ബുകളിലും നിശാപാർട്ടികളിലും ശലഭം പോലെ പറന്നിരുന്ന ബേസിക്കലി ബാബു ആന്റണി ദുശീലങ്ങളൊക്കെ വെടിഞ്ഞ് ഒരു വീടിന്റെ സംരക്ഷണയിലേക്ക് ചുരുങ്ങി. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. ആയുസിൽ ചെയ്യേണ്ട കുരുത്തക്കേട് മുഴുവൻ ചെയ്ത് തീർത്തുകൊണ്ടാണ്. ഈ പറഞ്ഞതിന് വേറൊരർത്ഥം ഇല്ലേ? ഏയ്, അങ്ങനെ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. ഞാൻ എന്തിനാ ഈശ്വര ഇങ്ങനെ തെറ്റിദ്ധരിക്കണേ? But I never used to drink. I never used to do drugs. I always was very disciplined. I never used to go out with wrong people, wrong women. I mean, I never. നീ വലിയ ഡീസന്റ്, ബാക്കി എല്ലാവരും മോശക്കാരും. Never used to go with wrong people. Wrong people, yeah. Wrong ആണെന്ന് ആരും തീരുമാനിച്ചത്. ശരിയായിട്ടുള്ള ഒരുപാട് കുട്ടികളുള്ളപ്പോൾ പിന്നെ റോഗിന്റെ കൂടെ കാര്യമില്ല. താങ്കൾക്ക് ഉണ്ടായിട്ടുള്ള ഒരു സൗഹൃദം, ഒരു പ്രണയം, അത് വലിയൊരു ദുരന്തമായി കലാശിക്കുന്നു. സത്യം പറഞ്ഞാൽ എനിക്കൊരു പ്രണയം ഉണ്ടായിട്ടില്ലെന്നുള്ളതാണ്. ഞാൻ ഒരിക്കലേ പ്രണയിച്ചിട്ടുള്ളൂ. അതൊരു ഇന്ത്യൻ വനിതയായിരുന്നു. കള്ളം, പച്ചക്കള്ളം പറയുമ്പോ എല്ലാം പറയണമല്ലോ. ഇവനും ഈ സൗന്ദര്യം തമ്മിൽ കഴിഞ്ഞ 4 കൊല്ലക്കാലമായി അസ്ഥി പിടിച്ച പ്രേമാണെന്നുള്ള കാര്യം എനിക്കറിയാം. രേഖ എന്റെ കയ്യിലുണ്ടെന്ന് നിങ്ങൾക്ക് കാണണോ? കാണാം. ബാബു ചാർമളിയെ വിവാഹം കഴിക്കാന്ന് പറഞ്ഞിരുന്നോ? വാക്ക് പറഞ്ഞിരുന്നോ? അതല്ലാതെ ഒരാൾ മൂവ് ചെയ്യും. ഓക്കെ, അങ്ങനെ എത്ര കാലം നിങ്ങൾ പ്രണയത്തിലായിരുന്നു? 4 years. 4 വർഷം നീണ്ട പ്രണയത്തിലായിരുന്നു. എന്നാലും അവനെയൊക്കെ ആരെങ്കിലും കയറി പ്രേമിക്കുവോ? വെറുപ്പായി പോയി. വേറെ ലുക്കുള്ള എത്ര ആമ്പിള്ളേരെ ഇവിടെ നിൽക്കുന്നു. നിങ്ങൾ ഒരുമിച്ച് ജീവിച്ചോ? ഓൾമോസ്റ്റ് ലിവ് ഇൻ ടുഗദർ ആയിരുന്നു. Almost it was like living together relationship. അവളെ കെട്ടാന്നും പറഞ്ഞ ഒരു തെണ്ടി കുറച്ചു നാൾ അവളെ പ്രേമിച്ചിരുന്നു. വേറൊരു പൂങ്കമ്പം ഉണ്ടപ്പോ ആ വായി നോക്കി ആ കൊമ്പിലേക്ക് ചാടിയിരുന്നു. പാവം. ഒരുപാട് പേര് എന്നെ പ്രണയിക്കുന്നൊന്നും എന്നെ പോലൊരു സുമുഖനെ ആരും സ്നേഹിച്ചു. അവന്റെ പെരുമാറ്റത്തിൽ എന്തോ പന്തികേടുണ്ടല്ലോ അല്ലേ? ഞാനത് പറയാൻ വരുമായിരുന്നു. എന്തോ ഒളിച്ചു വെക്കുന്ന പോലെ. 30 പെണ്ണുങ്ങൾ എന്നോട് പറഞ്ഞു. ഞാൻ ഒരിക്കലും കാണാത്ത ആൾക്കാർ പോലും പലയിടത്തും ക്ലെയിം ചെയ്തിട്ടുണ്ട് ഞാൻ ബാബുവാനെ പ്രേമിക്കുന്നു, എനിക്ക് ബാബുവാനെ കല്യാണം കഴിക്കണം. അളി അവനെക്കാട്ടി സൗന്ദര്യം ഇല്ല എനിക്ക്. എന്നിട്ട് എനിക്ക് മാത്രം എന്താ വരുത്തി വളയാത്ത അളിയ ലുക്കിലല്ല, അതോ വർക്കിലാണ് കാര്യം. താങ്കളോട് ഭയങ്കര അസൂയതാണ്. ചിലരൊക്കെ എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ കല്യാണം കഴിച്ചില്ലെങ്കിൽ ഞാൻ അത് ചെയ്യും ഇത് ചെയ്യും. അത്രക്ക് ദാരിദ്ര്യമുള്ള പെണ്ണുങ്ങളൊന്നും ഈ നാട്ടിലില്ല. കല്യാണം കഴിച്ചില്ലെങ്കിൽ ഞാൻ അത് ചെയ്യും ഇത് ചെയ്യും. ഞാൻ പറഞ്ഞു എനിക്ക് നിങ്ങളെ അറിയില്ല, എനിക്ക് ഒറ്റപ്പെണ്ണായിട്ടുള്ള അടുപ്പം ഈ നാട് മുഴുവനും പാട്ടാ. പാട്ട് മാത്രമല്ല എന്റെ പാരഡി ഇറങ്ങിയിട്ടുണ്ട്. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ബാബുച്ചായൻ, അതായിരുന്നു ഞങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് ഇതുവരെയുള്ള ധാരണ. പക്ഷെ നിങ്ങൾ ഹൃദയമില്ലാത്തവനാണെന്നും ക്രിമിനൽ ആണെന്നും ഇപ്പൊ മനസ്സിലായി. ജീവനെ പോലെ നിങ്ങളെ സ്നേഹിച്ച് അവൾക്കുള്ള നിങ്ങളുടെ കാൽക്കൽ കൊണ്ടുവച്ച ആ പെൺകുട്ടിയെ ഒരിക്കലും ചതിക്കരുത്.